ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ഒരു കുട്ടി ഓണം സെലിബ്രേഷൻ വീഡിയോ കേട്ടോ. അപ്പം നമ്മളിതേ പൂക്കളത്തിന് വേണ്ടി പൂവെല്ലാം പിച്ച് വെച്ചു. പിന്നെ ഞാനായിരുന്നു കേട്ടോ പൂക്കളത്തിൻ്റെ ഡിസൈൻ വരച്ചത്. അപ്പം പതുക്കെ ഞങ്ങൾ പിച്ച് വെച്ച പൂവും കൊണ്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങനാൻ തുടങ്ങി. അപ്പോഴത്തേക്കിനും ബാക്കി എല്ലാവരും വന്ന് നല്ല പൂക്കൾ നല്ല കെങ്കേമായിട്ട് സൂപ്പറായിട്ട് ഞങ്ങൾ അത്തപ്പൂക്കളും എല്ലാം ഇട്ടു. ഞങ്ങൾ സാധാരണ അച്ഛനിടുമ്പം ചെറിയൊരു പൂക്കളമായിരുന്നു, പക്ഷെ ഞാൻ ഇട്ടുകൊണ്ട് നല്ല വലിയൊരു പൂക്കളമായിരുന്നു. പക്ഷെ അതിന് തികച്ച നല്ലുള്ള പൂവായിരുന്നു. ഇതുണ്ടോ ഫൈനൽ ലുക്കാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞാനും അമ്മയും കൂടെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഉച്ചയൊക്കെയായി. അപ്പോൾ അതേപോലെ ഞാൻ മാവേലിക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോഴത്തേക്കും നമ്മൾ മാവേലിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച് പായസം മാത്രം ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ മാവേലിക്ക് വെച്ച് കൊടുത്തിട്ട് ഞങ്ങളങ്ങ് കഴിക്കാനിരുന്നു. ഞാനും അമ്മയും അച്ഛനും കൂടെ ഇരുന്ന് ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടു. പിന്നെ നമ്മുടെ രാത്രി ആയപ്പോഴത്തേക്കിനും പടക്കം പൊട്ടിക്കലൊക്കെ വേണമല്ലോ, അത് വലിയ മെയിൻ. അപ്പോൾ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ എൻ്റെ അമ്മ വീട്ടിൽ പോയായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം അവിടെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഉച്ചയായപ്പം എൻ്റെ മാമനും എല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാ കറിയും വിളമ്പി കൂടത്തോട്ടിരുന്ന് എല്ലാം കഴിഞ്ഞ് കണ്ടോ. നമ്മുടെ കുറേ എൻ്റെ ചേച്ചിമാരുണ്ടായിരുന്നു. ചേച്ചിമാർ, മാമൻ, വല്യച്ഛൻ, അമ്മൂമ്മ, ഞാൻ, അമ്മ, ഇത്രയും പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചോറൊക്കെ കഴിച്ച് ഞങ്ങൾ എപ്പോഴും കളിയും രീതിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ചോറൊക്കെ കഴിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുറേ വഴക്കൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങനെ ഞാൻ രണ്ട് വട്ടം മേടിച്ചിട്ട ചോറ് പിന്നെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ വലിയ മെച്ചിയൊക്കെ വന്ന് അവരുടെ കൂടെയും കഴിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മയൊക്കെ കൊടുത്ത് ഇവിടെ പിന്നെ ചോറ് എൻ്റെ അമ്മച്ചിയിലൊക്കെ കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. നമുക്ക് ബീഫ് കറി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.